ശരിക്കും ഇത് നമ്മൾ പ്രാദേശിക ഒരു ഉൽപ്പന്നമാണ് ഈ പുത്തൂർ വഴുതിനി എന്ന് പറയുന്നത്. ഇതിൻ്റെ വിത്ത് നമ്മൾ തന്നെ തൈയാക്കിയിട്ട് നമ്മൾ തന്നെ പറിച്ച് നടുന്നതാണ്. ശരിക്കും ഇത് മാർച്ച് ഒരു 15 നമ്മൾ ശരിക്കും ഇത് വിത്ത് നമ്മൾ നിലത്ത് പാവൽ. ഗ്ലൈസിംഗ് ഉള്ള ഈ ഒരു പേപ്പറാണ് ഇത്. പഠിച്ചു കെട്ടിക്കഴിഞ്ഞാൽ മയില് ഇതുവരെ വന്നിട്ടില്ലെന്നാണ് ശേഷം വന്നിട്ടില്ല. ഈ വഴുതന നടുമ്പോൾ ഒരു ചെടിയിൽ നിന്ന് മറ്റു ചെടിയിലേക്ക് എത്ര അകലം വെക്കണം? 1.5 മീറ്റർ. 1.5 മീറ്റർ വെക്കണം. 1.5 മീറ്റർ മിനിമം വെക്കണം. ഇത് അതച്ച് വരുന്നതല്ലേ. ഇതാണ് ഫെർമോൺ കെണി. ഇത് പ്രഭാകരൻ ചെയ്തിരിക്കുന്ന ഇതിൻ്റെ ഭരണിയൊക്കെ സ്വന്തമായിട്ട് നിർമ്മിച്ച് ട്രാപ്പ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. നോക്കിയാൽ അറിയാം. ഈ ട്രാപ്പ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയിട്ട് ആ ട്രാപ്പ് ഇതിൻ്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്തിട്ട് ഭരണിയിലേക്ക് ഇടണം. പ്രിയ കർഷക സുഹൃത്തുക്കളെ, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ കണ്ണൂർ ജില്ലയുടെ വടക്കേയറ്റമായ കാസർഗോഡ് ജില്ലയോട് ചേർന്ന് നിൽക്കുന്ന കരിവള്ളൂരിനടുത്ത് പേരളത്തിനടുത്ത പുത്തൂർ എന്ന സ്ഥലത്താണ്. അപ്പോൾ നമ്മളിവിടെ നിൽക്കുമ്പോൾ നമ്മൾ അറിയാം, ഇന്ന് കൃഷി പരാജയമാണെന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കൃഷി വിജയിപ്പിച്ച് കൃഷി കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു കർഷകൻ്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് ആ കർഷകനെ പരിചയപ്പെടാം. പക്ഷേ നമ്മൾ ഇതിനു മുമ്പ് ഒരു കുരുമുളകിൻ്റെ ഒരു വീഡിയോ നമ്മൾ പ്രഭാകരന് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയും പലതും ചെയ്യാനുണ്ട്. നമ്മൾ ബൈക്ക് വേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുള്ളി പല പല സംരംഭങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രഭാകര, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഫുൾ ടൈം പ്രഭാകരൻ കൃഷിയിൽ തന്നെയാണ്. ഏത് സമയത്തും എപ്പം വിളിച്ചാലും ഞാൻ പറമ്പിലാണ്. നമ്മളിപ്പോൾ ഫോണിലൊക്കെ ഇടയ്ക്കൊക്കെ വിളിക്കുന്നതാണ്. അപ്പോൾ എല്ലാം പറയുന്നത് ഞാൻ കൃഷിയിടത്തിലാണ്, ചെറിയ പരിപാടിയുണ്ട്, ഇവരോട് ചോദിച്ച സമയത്ത് പറയും എനിക്ക് സമയമില്ല, അങ്ങനെയൊക്കെ. പക്ഷെ എപ്പോഴും അതിൻ്റെ മനസ്സിലാക്കേണ്ടത് ഏത് സമയത്തും കൃഷി കൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ പരിചരണ മുറകളും അതേ സമയത്ത് നോക്കി എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇപ്പം നമ്മൾ അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്ത് നിൽക്കുന്ന ഇപ്പം വെണ്ട, അതുപോലെ തന്നെ വഴുതന, ഈ 2 കൃഷിയാണ് ഇപ്പം ഇതിൻ്റെ കാണിച്ചിരിക്കുന്നത്. അതാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. പ്രഭാകരേട്ടാ, ഇതിപ്പോൾ കൃഷി ചെയ്തിട്ട് കുറേ ആയതോ? ഇതിപ്പോൾ ശരിക്കും നമ്മളെ ഈ പുത്തൂർ വഴുതിന പറഞ്ഞ ഒരു ഇനാണ്. ഞാൻ ഇത് ഇടവളയായിട്ടാണ് ഈ വണ്ടിയും വഴുതിനയും കൂടി ചെയ്തിരിക്കുന്നത്. അതേമാതിരി പച്ചമുളകുണ്ട്, പയറുണ്ട്, അല്ലെങ്കിൽ ഒരു ഇടവേള ഒരു സമ്മിശ്ര കൃഷിയാണ്. ശരിക്കും ഇത് നമ്മൾ പ്രാദേശിക ഒരു ഉൽപ്പന്നമാണ് ഈ പുത്തൂർ വഴുതിനി എന്ന് പറയുന്നത്. ഇതിൻ്റെ വിത്ത് നമ്മൾ തന്നെ തൈയാക്കിയിട്ട് നമ്മൾ തന്നെ പറിച്ച് നടുന്നതാണ്. ശരിക്കും ഇത് മാർച്ച് ഒരു 15 നമ്മൾ ശരിക്കും ഇത് വിത്ത് നമ്മൾ നിലത്ത് പാവൽ വെച്ച് വേറി കൊടുക്കൽ. അത് മുളച്ചിട്ട് ഒരു മാസം കഴിയുമ്പോൾ നമ്മൾ പറിച്ച് കൊട്ടയിലേക്കാണ്. പിന്നെ അവിടുന്ന് 1 മാസം കഴിയുമ്പോൾ മീൻസ് ഒരു മെയ് ലാസ്റ്റ് ആകുമ്പോഴേക്കും നമ്മൾ നടുന്ന ഒരു സിസ്റ്റമാണ്. പിന്നെ അവിടുന്ന് 2 മാസം കൊണ്ട് നമുക്ക് വിളവെടുക്കേണ്ട ഇതാവും. ഈ നമ്മൾ സമ്മിശ്ര കൃഷി ആകുമ്പോൾ അത് ലാഭകരമാണോ? അതിന് ദോഷവശങ്ങളുണ്ടോ? ചിലപ്പോൾ ഞാൻ പറയും, ഇപ്പോൾ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ വഴുതിനക്ക് രോഗം വന്നാൽ അത് വെണ്ടയിലേക്ക് പടരാനുള്ള സാധ്യതകൾ ഇല്ല. ഞാൻ സമ്മിശ്ര കൃഷി ചെയ്യുന്നത് എനിക്കിതുവരെ അങ്ങനെ പറ്റും. സമ്മിശ്ര കൃഷി അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ചെയ്യുന്നത്. ഒരേ ഇത് തന്നെ ആകുമ്പോൾ അതിന് രോഗങ്ങൾ കൂടാൻ സാധ്യതയുണ്ട്. സമ്മിശ്ര കൃഷി ആകുമ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു പ്രത്യേക ഒരു പ്രശ്നമൊന്നുമില്ല. പിന്നെ നമുക്ക് കൂടുതൽ വിളവും കിട്ടുന്നുണ്ട്. ഇപ്പോൾ വെണ്ടയൊക്കെ കണ്ട് നിറച്ച് കായ്ച്ചിരിക്കും. ഇന്നലെ വിളവെടുത്താണ്. അപ്പോൾ ഇന്ന് നാളേക്ക് ആദ്യം ഉണ്ടാവും. ഈ വെണ്ടയ്ക്ക് എത്ര ദിവസം കൂടും പറിക്കണത്? ശരിക്കും പറഞ്ഞാൽ ഓരോ ദിവസവും പറിക്കണം എന്നാണ് പറയുന്നത്. ശരിക്കും അല്ലെ മൂത്ത് പോകുന്നത്. ഞാൻ ഇന്ന് പറിച്ചാൽ മറ്റന്നാൾ രാവിലെ അല്ലെങ്കിൽ നാളെ വൈകുന്നേരം പറിക്കും. അല്ലെങ്കിൽ മൂത്തു പോയാൽ പിന്നെ വെണ്ടേൻ്റെ ഗുണം പോയി. പിന്നെ അത് എടുക്കുകയും ചെയ്യില്ല ആൾക്കാർ. സാമ്പാറിന് പോലും കാലി വരെ നിന്നില്ല എന്ന് പറയും നമ്മൾ ശരിക്കും. അപ്പോൾ ഈ വിളവെടുപ്പൊക്കെ സ്വന്തം തന്നെയാണോ അല്ല ജോലിക്കാരെ വെച്ചിട്ടാണോ? വിളവെടുപ്പ് ഇതിൻ്റെ പരിചരണം എല്ലാം ഞാൻ തന്നെയാണ്. പെണ്ണുങ്ങളുണ്ട് പണിക്ക്, സ്ഥിരമായിട്ട് 2 പെണ്ണുങ്ങളുണ്ട്. അവരെന്തെങ്കിലും പ്രത്യേകിച്ച് വളവിടാനോ അങ്ങനെ സഹായിക്കുന്നല്ലാണ്ട് ഈ വിളവെടുക്കൽ ഇതിൻ്റെ പരിചരണം എല്ലാം ഞാൻ തന്നെയാണ് ഏകദേശം എല്ലാം ചെയ്യുന്നത്. ഇതിന് പണിക്കാരെ ആക്കില്ല. ഈ പച്ചക്കറിക്ക് നമുക്ക് വലിയൊരു ഇൻകം കിട്ടത്തില്ല. ഇത് ഇത് എത്ര കാലത്തേക്ക് ഇതിൻ്റെ വിളവെടുപ്പ് കിട്ടും? നമ്മൾ ഈ ശരിക്കും ഈ മഴ കഴിയുന്നില്ലേ, ഈ ഓണം കഴിഞ്ഞ് മഴ കഴിയുന്നവരെ പിന്നെയും കിട്ടും. ഇത് പിന്നെ നമ്മൾ ഇതിനെ പരിചരിക്കൂല എന്നില്ല സത്യം. പിന്നെ അതിനോട് ഇതിൻ്റെ വളവ് റിട്ടേൺ അത്രയും കണ്ട് കിട്ടത്തില്ല. ശരിക്കും ഒരു 3 മാസം ശരിക്കും അതിൻ്റെ വളവ് കിട്ടുന്നത്. ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ കഴിഞ്ഞാൽ മഴയങ്ങ് തീരുമല്ലോ. ഈ ശരിക്കും നല്ല അടച്ചു പെയ്യുന്ന മഴയുണ്ടായാൽ ഭയങ്കരമായിട്ട് കായ്ക്കഴിഞ്ഞാൽ നല്ലോണം പൂക്കളുണ്ട്. മഴ നല്ലോണം വേണം. ശരിക്കും വളരെ അന്ന് നമ്മൾ മഴ കുറച്ച് നീണ്ടു നിന്നില്ലേ, അതിൻ്റെ ഒരു വളർച്ചക്കുറവ് നമ്മൾ ഈ വഴുതിനിക്ക് ഉണ്ട്. വളർച്ചക്കുറവുണ്ട് ഈ വഴുതിനിക്ക്. അപ്പം മഴ നല്ലോണം. അപ്പം ഇപ്പം മഴക്കാലത്ത് കൃഷി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല പച്ചക്കറി കൃഷിയാണ് വെണ്ട, വഴുതിന, പച്ചമുളക്. പയറ് അങ്ങനെ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. എന്നാലും പയറ് മറ്റേ ഇത് രോഗം കൂടാൻ സാധ്യതയുണ്ട്. ചീക്ക് രോഗമുണ്ട് കൂടുതലൊക്കെ. ഇപ്പം ഇതിനകത്ത് ഇപ്പം ചെണ്ടുമല്ലി വെച്ചിട്ടുണ്ട്. ചില ആൾക്കാർ പറയുന്നുണ്ട്, അപ്പം നമ്മുടെ ഫാമിലൊക്കെ അവർ ചെയ്യുന്നുണ്ട്, നമ്മുടെ സീഡ് ഫാമിലൊക്കെ ചെയ്യുന്നുണ്ട്.
ഈ നമ്മൾ വരമ്പത്ത് കൂടെയൊക്കെ ചെണ്ടുമല്ലി ഒക്കെ വെക്കുന്നുണ്ട്. അതിൻ്റെ ഉദ്ദേശം അത് എക്കോളജിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് അതിന് പറയല് വെച്ചാൽ നമ്മൾ ഈ പ്രാണികൾ ഇതിലേക്ക് ആകർഷിക്കാൻ നമ്മൾ ചെടികളിലേക്ക് ആകർഷിക്കാണ്ട് അത് പൂട്ട് നിൽക്കുമ്പോൾ അതിലേക്ക് ആകർഷിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അക്രമം കുറയുന്നില്ല. ഇതാണ് അത്. അങ്ങനെ ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ ഇവിടെ നട്ടിട്ടുണ്ട് കുറേ. പക്ഷേ ശരിക്കും നമ്മൾ നടുന്നത് എങ്ങനെയാ വെച്ചാൽ പച്ചക്കറി നടുന്നതിന് 1 മാസം മുമ്പേ നടണം ചെണ്ടുമല്ലി. ശരിക്കും ഇത് കായ്ക്കാൻ തുടങ്ങുന്നത് പൂക്കാൻ തുടങ്ങും. പക്ഷെ നമുക്ക് ചെടി കിട്ടാൻ ദേശം ചെണ്ടുമല്ലിക്ക് ചെടി കിട്ടാൻ ദേശം വൈകി. പിന്നെ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ വലിയ പൈസയല്ലേ, അതുകൊണ്ട് ഒരു പശക്ക് പറ്റി. അതാണ് അത്. ചില ആൾക്കാർ അതിനെപ്പറ്റി ഞാൻ ചോദിച്ചപ്പം ഒരു കൃഷിക്കാരൻ പറഞ്ഞത്, നമ്മൾ ചെണ്ടുമല്ലി വെച്ച് കഴിഞ്ഞാൽ അത്ര പൂക്കളുണ്ടാവും. അപ്പം പൂക്കളുണ്ടാകുമ്പോൾ ഈ പ്രാണികളൊക്കെ അത് വന്നിരിക്കും. നമ്മളിപ്പോൾ ഇഷ്ടംപോലെ കുരുവികൾ പക്ഷികളൊക്കെ ഉണ്ടല്ലോ. പക്ഷികൾ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഒരു ചെടിയിലുണ്ടെങ്കിൽ അത് വയ്ക്കില്ല, പൂക്കളുണ്ടെങ്കിൽ ആ ചെടിയിലേക്ക് ആദ്യം ആകർഷിച്ച് അതിനെ കൊത്തി തിന്ന് അതിനെ നമ്മളൊരു പരിധി വരെ നമ്മുടെ കീടബാധയിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. സത്യമാണ്. അത് സത്യമാണ്. അതായത് അതേമാതിരി നമ്മളെ ഇതില്ലേ ചോളം അതൊക്കെ നടുമ്പോൾ നമ്മൾ ഇതിൻ്റെ ചുറ്റും ബോർഡറിൽ വെച്ച് നട്ടാൽ നമുക്ക് ഒരുപാട് കീടബാധ നമ്മളെ ഈ പച്ചക്കറിയിൽ നിന്ന് ഒഴിവായി പോകുന്നുണ്ട്. അതൊരു 2-3 ലൈൻ നമ്മൾ ഈ പച്ചക്കറി നട്ട് പിന്നെ ഒരു ലൈൻ ചെണ്ടുമല്ലി പിന്നെ ഒരു 3 ലൈൻ കഴിഞ്ഞിട്ട് അങ്ങനെ ഇതായിട്ട് ചെയ്താൽ നല്ലതായിരിക്കും. അപ്പോൾ കൃഷിയിലേക്ക് വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഇങ്ങനെ പച്ചക്കറികളൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള നമ്മൾ ഹ്രസ്വകാല വിളകളൊക്കെ ചെയ്യുമ്പോൾ സമയത്ത് നമുക്ക് ഇങ്ങനെ പൂക്കളുള്ളത് ചെണ്ടുമല്ലി അങ്ങനെയുള്ള പൂക്കളൊക്കെ ഉള്ള ചെടികൾ നടുവാണെങ്കിൽ നമ്മുടെ കീടബാധയിൽ നിന്ന് ഒരു പരിധി വരെ നമുക്ക് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റും. കാരണം അതാണ് അതിൻ്റെ ഒരു ശരിയായ രീതി. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഈ എൻ്റെ കെണിയൊക്കെ വെക്കുന്നുണ്ടല്ലോ, പച്ചക്കറി ഫെറമോൺ കെണികളൊക്കെ അതൊക്കെ വെക്കുന്നുണ്ടോ? അതൊക്കെ വെക്കുന്നുണ്ട്. ഇവിടെയുണ്ടല്ലോ വെച്ചിട്ടുണ്ട്. ഉണ്ടല്ലോ, വെച്ചിട്ടുണ്ടല്ലോ. ഒരു സെന്റിലേക്ക് ഒന്ന് അവിടെ വെച്ചിട്ടുണ്ട്, 3 വെച്ചിട്ടുണ്ട്. അതിന്റെ ഉദ്ദേശം വെച്ചാൽ പരമാവധി കീടനാശിനി നമ്മൾ ഒഴിവാക്കുക. കീടനാശിനി ഒഴിവാക്കിയിട്ട് ജൈവ രീതിയിൽ തന്നെ നമ്മൾ പച്ചക്കറി ഉണ്ടാക്കി അത് നമുക്ക് മാർക്കറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു മനസ്സമാധാനം, നല്ല സാധനം കഴിക്കാൻ ആരോഗ്യം കിട്ടും, നല്ല കൂടുതൽ ആരോഗ്യം കിട്ടും. നമ്മൾ ചെയ്യുന്നവർക്ക് ഏറ്റവും കൂടുതൽ സംതൃപ്തി, നമുക്ക് ധൈര്യത്തോടെ കൊടുക്കാം, മാർക്കറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പേപ്പർ കണ്ടില്ലേ, നമ്മൾ വരുന്ന തമിഴ്നാട്ടിൽ നിന്ന് കർണാടകത്തിൽ നിന്ന് വരുന്ന പച്ചക്കറികൾ സാമ്പിൾ പരിശോധിച്ചപ്പോൾ നല്ലൊരു അളവിൽ, കൂടിയ അളവിൽ വിഷമുണ്ട്. ഇത് ആൾക്കാർ നോക്കുന്നില്ല. നമ്മളൊരു കടയിൽ പോയി വാങ്ങുമ്പോൾ നമ്മൾ നോക്കുന്ന അത് പുഴു കുത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഈച്ചയുടെ ഉപദ്രവം ഉണ്ടോ നോക്കും. നല്ല ഫ്രഷായിട്ട് നല്ല ഗ്ലൈസിങ് ഉള്ള പച്ചക്കറികൾ വാങ്ങി കഴിക്കുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള പച്ചക്കറികൾ കടക്കാർ വാങ്ങാനും താല്പര്യം കാണിക്കുന്നില്ല. പിന്നെ അത് ആൾക്കാർക്ക് അറിയത്തില്ല നല്ലത് ഏതാണ് മോശമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം മാർക്കറ്റിൽ നമുക്കിപ്പം എനിക്കെല്ലാം സ്ഥിരമായിട്ടുള്ള കസ്റ്റമർ ഉണ്ട്. എന്നെ ഞാൻ കൊണ്ടുപോകുമ്പോൾ നമ്മൾ അതെന്നെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ അങ്ങനെ ഉണ്ട്. അതന്നെ. അതുകൊണ്ട് അവർക്ക് അതിനായിട്ടുള്ള കസ്റ്റമർ ഉണ്ട് നമുക്കല്ല. ഞാനിപ്പോൾ പച്ചക്കറി ഷോപ്പിൽ കരിവള്ളൂർ അല്ലെങ്കിൽ പയ്യന്നൂരിലും കൊടുത്താൽ അതായിട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് തന്നെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ശ്രദ്ധിക്കേണ്ട, ഈ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ അമിതമായ കീടനാശിനി പ്രയോഗം ചെയ്യാതെ ഈ ഫെറമോൺ കെണി വെക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമ്മൾ അതിനകത്ത് കീടങ്ങളുടെ ഉപദ്രവം കുറയും. എന്നുവെച്ചാൽ ഈ പയറിനെയും അല്ലെങ്കിൽ വെണ്ടേനെയും ഇത് വഴുതിനെയൊക്കെ നമ്മുടെ കായ്കളെ ആക്രമിക്കുന്ന കായീശ, ആ കായീശനെ കായ്ച്ചനെ ഇതിനകത്തൊരു ഫിറമോണിൻ്റെ ഒരു കെണി വെക്കുന്നുണ്ട്, ട്രാപ്പ് വെക്കുന്നുണ്ട്. ആ ട്രാപ്പിൻ്റെ സ്മെല്ലിലേക്ക് ആകർഷിച്ചുകൊണ്ട് ഈ ആണീച്ച കംപ്ലീറ്റ് ആ കെണിയിലേക്ക് വന്ന് വീഴും. കാണിച്ചാലേ അതിൻ്റെ ഇതാണ് ഫെറമോൺ കെണി. ഇത് പ്രഭാകരൻ ചെയ്തിരിക്കുന്ന ഇതിൻ്റെ ഭരണിയൊക്കെ സ്വന്തമായിട്ട് നിർമ്മിച്ച് ട്രാപ്പ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ, നോക്കിയാൽ അറിയാം. ഈ ട്രാപ്പ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയിട്ട് ആ ട്രാപ്പ് ഇതിൻ്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്തിട്ട് ഭരണിയിലേക്ക് വീഴും. അപ്പോൾ ഇതിനകത്ത് ചെറിയ ഓയിൽ ഒഴിച്ചിരിക്കുന്നത് ഈച്ച താഴെ വീണ വേഗം ചത്തുപോകുന്നതിന് വേണ്ടി. ഇനി ഓയിൽ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഈച്ചതിനകത്ത് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിനകത്ത് കയറി പോകത്തില്ല. ഇപ്പോൾ ഇതിനകത്ത് ആണീച്ച വന്ന് കിടക്കുന്നുണ്ട് ഇതിനകത്ത്, കണ്ടോ? അത് ഇപ്പോൾ ഇതിനകത്ത് കീടങ്ങൾ കുറവാന്ന് തോന്നും, അത് വെണ്ട കണ്ടാൽ അറിയാം, അതുകൊണ്ടാണ് ഇതിനകത്ത് കുറവ്. അല്ലെങ്കിൽ ഇതൊക്കെ നിറച്ച് വരും ഇങ്ങനെ ഈച്ചകൾ. അപ്പം ഒരു പരിധി വരെ നമ്മുടെ പച്ചക്കറി കൃഷിയെ സംരക്ഷിക്കാൻ പറ്റും ഈ കീടബാധയിൽ നിന്ന്. ഇതുപോലത്തെ ഫെറമോൺ കെണി വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു മെച്ചം വെച്ചാൽ നമുക്ക് വിഷമടിക്കാതെ നല്ല രുചികരമായ നല്ല ഭക്ഷണം നമുക്ക് ഇതിനു വേണ്ടി നമുക്ക് നല്ല പച്ചക്കറി കൃഷി ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ആരോഗ്യം വീണ്ടെടുക്കാം. വെറുതെ നമ്മൾ കടയിൽ നിന്ന് നമ്മൾ പൈസ കൊടുത്ത് നമ്മൾ ആരോഗ്യം കളയുകയാണ്. പൈസ കൊടുത്ത് വിഷം വാങ്ങി കഴിച്ച് നമ്മുടെ ആരോഗ്യം കളയാണ്. നമുക്കറിയാം, നമ്മളിന്ന് ഹോസ്പിറ്റലുകളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകുന്ന എന്തുകൊണ്ടാണ്? ഈ ഭക്ഷണക്രമത്തിൻ്റെ ഇതുകൊണ്ടാണ്. നമ്മൾ നാടൻ പച്ചക്കറി, ഈ നമ്മൾ നോൺ വെജ് കഴിക്കുന്നവർക്ക് കൂടുതലായിട്ട് ഇതുണ്ടാവും. ഈ പച്ചക്കറികൾ, നല്ല പച്ചക്കറികൾ നമ്മൾ
തൊടിയിലുണ്ടാക്കിയിട്ട് നമ്മൾ കൃഷി ചെയ്തിട്ട് നമ്മളത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് രോഗങ്ങളൊക്കെ ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ പറ്റും. ഇതിനകത്ത് പച്ചമുളകുണ്ട്, വഴുതനയുണ്ട്. ഇതാണ് നമ്മൾ ഈ ഭാഗത്ത് പുത്തൂർ വഴുതന എന്ന് പറയും, നമ്മുടെ ചില ഭാഗത്ത് തവിടുശ്ശേരി വഴുതന എന്ന് പറയും. ഇങ്ങനെയൊക്കെ പറയുന്ന വഴുതനയാണിത്. ഉണ്ടോ, നല്ല വലിപ്പമുള്ള കായ്കളാണ്. ഏകദേശം ഒരു 400 ഗ്രാമിന് മേലെ ഉണ്ടാവും, ഒരെണ്ണം 1 കിലോൻ്റെ അടുത്ത് ഉണ്ടാവും. 400 1/2 കിലോ അടുത്ത് വരുന്ന കായ്കളാണ്. അപ്പോൾ ഈ പ്രഭാകരേട്ടാ, ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇതുപോലെ പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ മാർക്കറ്റ് ചെയ്യാനുള്ള പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടോ? എനിക്ക് മാർക്കറ്റ് ചെയ്യാൻ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. ചിലവർക്ക് ഞാൻ എല്ലാ സീസണിലും എല്ലാ പച്ചക്കറിയും ചെയ്യുന്ന എപ്പോഴും ചെയ്തിരിക്കും. ഒരു സാധാരണ ഒരു കൃഷിക്കാരൻ എന്ന് വെച്ചാൽ വയലിലൊക്കെ ചെയ്യുന്ന വയലിൽ നമ്മളെ ശീതകാല പച്ചക്കറി ആ ഒരു സീസണിൽ ചെയ്തിട്ട് മതിയാക്കുന്നതാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് അങ്ങനല്ല. ഞാൻ റൊട്ടേഷൻ ഇപ്പോൾ ഇത് ചെയ്തു, പിന്നെ ഇത് കഴിഞ്ഞിട്ട് വേറെ ജലസേചന സൗകര്യത്തിലുള്ള സ്ഥലത്ത് എപ്പോൾ സ്ഥിരമായിട്ട് പച്ചക്കറി ചെയ്തുകൊണ്ട് എപ്പോൾ മാർക്കറ്റ് ചെയ്യുന്നൊരു. ഇപ്പം ഇവിടെ ജലസേചന സൗകര്യം കുറവാണോ? വീടും ജലസേചന സൗകര്യം ഉണ്ട്, ഇവിടെയുണ്ട്. ഇതിപ്പോൾ റാമ്പാക്കിയിട്ടില്ല, ഇതിലെല്ലാം മൈക്രോ ഇറിഗേഷനായി മൊത്തത്തിലില്ല. അപ്പോൾ ഇങ്ങോട്ട് ഇവിടെ ചെയ്യണമെന്നുണ്ട്, വേനൽക്കാലത്ത് ചെയ്യണമെന്നുണ്ട്, ഡ്രിപ്പ് ഇറിഗേഷൻ അല്ലേ? ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്യേണ്ടത്. അപ്പം പപ്പായ കൃഷി ചെയ്തിട്ടുണ്ട്. പപ്പായ ഉണ്ട്, റെഡ് ലേഡി വേറെ ചെയ്തിട്ടുണ്ടോ അല്ലേ? അപ്പുറത്തുണ്ട് കുറച്ച്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു റിബൺ കെട്ടിയിട്ടുണ്ടല്ലോ. അതെ, ഇപ്പോൾ മയിലിൻ്റെ ശല്യം ഉണ്ട് കേട്ടാ. മയിലിൻ്റെ ശല്യം ഉണ്ടായതുകൊണ്ട് അപ്പോൾ ഈ ഇത് ഇടയ്ക്ക് കെട്ടിയാൽ ഈ മയിലിൻ്റെ ശല്യം കുറയുന്നുണ്ടാണ്. ഞാൻ ഇതേമാതിരി അപ്പുറത്തും ചെയ്തിട്ടുണ്ട്, ഇവിടെയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ആ റിഫ്ലക്ഷനാന്ന് തോന്നുന്നു. ഇത് ആ ഗ്ലൈസിങ് അല്ലേ? അതിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നില്ല. അതുപോലെ അതിന് ശേഷം മയിലില്ല. അപ്പോൾ അറിയാം, നമ്മളെ കർഷകർക്ക് അറിയാം, നമ്മൾ സാധാരണ മിക്കവാറും എല്ലാ സ്ഥലത്തും മയിലിൻ്റെ ശല്യം അതികഠിനമാണ്. പലരും കൃഷി ചെയ്തിട്ട് ഒന്നും കിട്ടുന്നില്ല, എല്ലാം കൊത്തി തിന്നുമാണ്. അപ്പം ഇത് നമ്മൾ പരീക്ഷിച്ച് വിജയിച്ചൊരു കാര്യമാണ്. ഇങ്ങനെ ഈ ഗ്ലൈസിങ് ഉള്ള ഈ ഒരു പേപ്പറാണ്. ഇത് പഠിച്ചു കെട്ടിക്കഴിഞ്ഞാൽ മയിൽ ഇതുവരെ വന്നിട്ടില്ലെന്ന് പറയുന്നത്. ശേഷം അതിന് ഇത് കാട്ടത്ത് ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുക, ആ ഗ്ലൈസിങ് ഇങ്ങനെ ഒരു വരുന്നുണ്ട് ഇതിൻ്റെ ഒരു അല്ലേ? അതുകൊണ്ട് ഇതിന് ശേഷം ഇതിനകത്ത് ഈ മയിൽ വന്നിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും സ്ഥലത്ത് 2-3 സ്ഥലത്ത് കെട്ടിയിട്ടുണ്ട് ഇത്. അപ്പം ചെയ്യുന്നവരെ ശ്രദ്ധിക്കുക, മയിലിൻ്റെ ശല്യം ഉള്ളവരൊക്കെ ഇങ്ങനെ കെട്ടിവെച്ച് കഴിഞ്ഞാൽ ഈ പേപ്പർ, ഗോൾഡൻ പേപ്പർ അല്ലേ, ഗോൾഡൻ പേപ്പർ കട്ട് ചെയ്തിട്ട് ഇത് റോള് വരുന്നുണ്ട്, റോള് വരുന്നതാണ്. അത് വാങ്ങി ഇങ്ങനെ കുറേശ്ശെ കെട്ടി കഴിഞ്ഞാൽ മയിലിൻ്റെ ശല്യത്തിൽ നിന്ന് നമുക്ക് മയിലിനെ നിയന്ത്രിക്കാൻ പറ്റുന്നതാണ്. ഈ വഴുതന നടുമ്പോൾ ഒരു ചെടിയിൽ നിന്ന് മറ്റു ചെടിയിലേക്ക് എത്ര അകലം വെക്കണം? 1.5 മീറ്റർ 1.5 മീറ്റർ മിനിമം വെക്കണം. ഇത് അതച്ച് വരുന്നതല്ലേ, മഴ വരുമ്പോൾ അതച്ച് വരും, അപ്പോൾ ഇല തമ്മിൽ മുട്ടാൻ പാടില്ല. ഇപ്പം ചോദിക്കുകയാണെങ്കിൽ ഇപ്പം ഞാനിപ്പോൾ ഒരു പുതിയതായിട്ടൊരു കൃഷിക്കാരൻ വരിക ചെയ്യാൻ, വഴുതന കൃഷി ചെയ്യണം, അയാൾ ആദ്യമായിട്ട് എന്നാ ചെയ്യേണ്ടത്? ആദ്യമായിട്ട് ഇപ്പോൾ തൈയൊക്കെ ഉണ്ട്, അപ്പോൾ പറമ്പിൽ നടുവാണെങ്കിൽ അത് കിളച്ച് ഒരുക്കി എന്തെല്ലാം ഒരു മാർച്ച് ഏപ്രിൽ എന്നുവെച്ചാൽ പുതിയ മഴ വരുന്നില്ലേ, അതിന് മുന്നായിട്ട് നമ്മൾ കത്തിച്ച് ഒരുക്കിയാൽ നല്ലതാണ്. പുതിയ സ്ഥലത്ത് കത്തിച്ച് ഒരുക്കി കുണ്ട് കരിച്ച് വെച്ചാൽ നല്ലതായിരിക്കും. എന്നിട്ട് കുമ്മായ ഇടുക, കുറച്ച് കുമ്മായ ഇടുക, പിന്നെ ഈ ചാണകപ്പൊടി. കുമ്മായ ഇട്ട് എത്ര ദിവസം വെക്കണം? 10-12 ദിവസം നിൽക്കണം, 10-12 ദിവസം കഴിയണം. അപ്പോൾ 10-12 ദിവസം കഴിഞ്ഞാൽ മീൻസ് 2 ആഴ്ച മിനിമം 2 ആഴ്ച വെക്കുക. കുമ്മായ ഇട്ട് വെച്ച ശേഷം ചാണകപ്പൊടി മേൽമണ്ണും കൂടെ ഇളക്കി ആ കുഴിയിൽ തൂർക്കുക. കുഴി നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ, ആ കുഴിയിൽ തൂർക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് കുഴി എന്ന് പറഞ്ഞാൽ ചെറിയ തടം, ഒരു ചെറിയ 40 സെന്റ് തടം എടുത്തിട്ട് അതിനകത്ത് ഈ വേപ്പ് പുണ്ണാക്ക് മറ്റേ വെല്ലുപൊടി ചേർക്കണം. വേപ്പും പുണ്ണാക്ക് ഇട്ടാൽ നല്ലതാണ്. എല്ലുപൊടി നല്ലതാണ്. പന്നിശ്ശേരി ഉള്ളിടത്ത് എല്ലുപൊടി അടക്കം എടുത്ത് കൊണ്ടുപോയി ചാണകപ്പൊടി മിക്സ് ചെയ്ത് ഇടുന്നുണ്ട്. പിന്നെ അങ്ങനെ വലിയ പ്രശ്നം വരുന്നില്ല. അപ്പം നമ്മൾ ചെടി നട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കി നന നമ്മൾ മാർച്ച് ഏപ്രിൽ ലാസ്റ്റല്ലേ നടുന്നത്. ഏപ്രിൽ ലാസ്റ്റ് നമുക്ക് 1-2 മഴ കിട്ടും. കഴിഞ്ഞ വർഷം കിട്ടിയിട്ടുണ്ടായിട്ടാ. കഴിഞ്ഞ വർഷം കിട്ടിയിട്ടെങ്കിൽ നമ്മൾ കുറേശ്ശെ നനച്ചു കൊടുക്കണം. പിന്നെ ഒരു ഏപ്രിൽ പകുതിയോടല്ലേ നമ്മൾ നടുന്നത്. മെയ് ലാസ്റ്റിൽ നമുക്ക് മഴ കിട്ടുമല്ലോ. പിന്നെ 1-2 മഴ ഇടയ്ക്കിടയ്ക്ക് ഒരാഴ്ച പൊരിക്കാൻ നനച്ചു കൊടുത്താലും മതി. പിന്നെ മഴ കാലവർഷത്തിനനുസരിച്ച് നമ്മൾ ചെടീൻ്റെ വളർച്ച. അപ്പോൾ ഇത് നട്ട് കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് പൂവാകും? നമ്മൾ ഒരു മാർച്ച് ലാസ്റ്റ് വിത്ത് പാകി, പിന്നെ ഏപ്രിൽ പകുതിയോട് പറിച്ച് നമ്മൾ കൊട്ടി പാവി, പിന്നെ ഒരു മെയ് പാതിക്ക് നമ്മൾ നിലത്ത് നടും. അടുത്തൊരു 50 ദിവസം 2 മാസം എങ്ങനെ എടുക്കും പൂവൻ കായാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ആയിക്കഴിഞ്ഞാൽ 1 മാസം കൊണ്ട് തീരുമോ? ഇല്ല. ഇത് നമുക്ക് ഈ കാലവർഷം കഴിയുന്നവരെ നമുക്ക് വിളവെടുത്തുകൊണ്ടിരിക്കും. ഒരു 4-5 മാസം 3-4 മാസം നമ്മൾ വിളവെടുത്തുകൊണ്ടിരിക്കാം. അതിന് നമ്മൾ ഇടയ്ക്കിടക്ക് വളം എന്തെങ്കിലും സപ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇടയ്ക്കൊക്കെ എത്ര ദിവസം കൊണ്ട് വളം ചെയ്യണം?
ശരിക്കും 10 ദിവസം കൂടുമ്പോൾ എന്തെങ്കിലും നമുക്ക് ഒന്നിക്കും സ്പ്രേ കൊടുക്കുക, സ്പ്രേ ഇല്ല, മൈക്രോ ന്യൂട്രിയൻറ്റ് ന്യൂട്രീഷൻസ് കൊടുക്കുക. പിന്നെ അയർ വാങ്ങിച്ചിടുന്നുണ്ട്, അയറില്ലേ, അത് വാങ്ങിച്ചിടുന്നുണ്ട്. മൈക്രോ ന്യൂട്രീഷൻ. പിന്നെ പത്രപോഷണം ചെയ്യുന്നുണ്ട്, പത്രപോഷണം ഫിഷ് അമീനോ അങ്ങനത്തെ ചെയ്യുന്നുണ്ട്, പൂക്കൾ കൂടുതൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് SOP അടിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. മീൻസ് ഒരു 10 ദിവസം കൂടുമ്പോൾ നമ്മൾ ഒരു സപ്പോർട്ട് കൊടുക്കണം. ഈ ചിലർ പറയാറുണ്ട് നമ്മൾ പച്ചവളം നട്ടാലും ഈ വഴുതന നട്ടാലും 2 വർഷം വരെയൊക്കെ വിളവ് കിട്ടുന്നവരുണ്ട്. അങ്ങനെ ലാഭകരമാണോ? അങ്ങനെ രണ്ടും അല്ല, അന്നേരം അതിൻ്റെ ഈൽഡ് പിടുത്തം കുറയും. അത് നമ്മൾ സ്വന്തം ആവശ്യത്തിനാണെങ്കിൽ ആവശ്യത്തിന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുറേ ചാണകവും പുണ്ണാക്കും വെള്ളം ഒഴിച്ചു കൊടുത്താൽ അങ്ങനെ കാഴ്ച കൊണ്ടിരിക്കും, അത് സ്റ്റോപ്പ് ആവില്ല. പക്ഷെ അങ്ങനെ നമുക്ക് ഈ ഒരു വാണിജ്യാടിസ്ഥാനത്ത് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ പറ്റില്ല. എന്തായാലും ഒരു 3 മാസം 3.5 മാസമായി നമുക്ക് ശരിക്കില്ല അതിൻ്റെ വിളവ് കിട്ടില്ല. പിന്നെ ഓട്ടോമാറ്റിക്കായി അതിൻ്റെ പിടുത്തം കുറയും, പിന്നെ കായ്ഫലം കുറയും. കായ്ഫലം കുറയുന്ന വെച്ചാൽ അതിൻ്റെ ടേസ്റ്റ് കുറയും. വീട്ടിലെ ആവശ്യത്തിനൊക്കെ ഉള്ള കൃഷിക്കൊക്കെ ആണെങ്കിൽ 2 വർഷം നിർത്തിയാൽ കുഴപ്പമില്ല. നമുക്ക് ആവശ്യം കട്ട് ചെയ്യണം അല്ലേ? അപ്പൊ ഇത് എങ്ങനെ തല ഇങ്ങനെ നമുക്ക് വീട്ടിലെ ആവശ്യത്തിന് തല കട്ട് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ പുതിയ തളപ്പ് വന്നു. അപ്പം കൃഷിക്കാർ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു വഴുതനെ ഒരു പച്ചമുളക് നട്ട് കഴിഞ്ഞാൽ ഏകദേശം 2 വർഷം വരെ ഇതിനകത്ത് വിളവ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മുടെ പ്രഭാകരൻ പറഞ്ഞ പോലെ പരിചരണം പോലെയാണ്. ഇത് നട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരു 10 ദിവസം കൂടുമ്പോൾ നമ്മൾ കുറേശ്ശെ വളങ്ങൾ അത് ചെയ്ത് കൊടുക്കുക. അത് ഓർഗാനിക്കാണ്, ജൈവവളങ്ങളാണ് ഏറ്റവും നല്ലത്. അത് പിന്നെ നമ്മൾ ഒരു 3-4 മാസം കഴിഞ്ഞാൽ അതിൻ്റെ ഉൽപ്പാദനക്ഷമത കുറയുമ്പോൾ വെച്ചാൽ നമ്മൾ വീണ്ടും നമ്മൾ വളം ചെയ്തുകൊണ്ടിരിക്കുകയും ഇതിൻ്റെ തല കട്ട് ചെയ്ത് എൻ്റെ കാമ്പ് ഉണ്ട് ഇങ്ങനെയുള്ള ഭാഗം കട്ട് ചെയ്തിട്ട് ഇത്രയും നീളത്തിൽ വെച്ച് കട്ട് ചെയ്ത് നോക്കാം അല്ലേ? ഇത്ര വെച്ച് കട്ട് ചെയ്ത് അപ്പം പുതിയ തളുപ്പ് വരും. ഇവിടെ എല്ലാം തളുപ്പുകൾ വന്ന് പിന്നെ പഴയ പോലെ തന്നെ വരും. പക്ഷെ ഉൽപ്പാദനത്തിൽ കുറവുണ്ടാകും. കാരണം വെച്ചാൽ പുതിയ വരിയുടെ പഴയ പോലെ അങ്ങ് വരാൻ സാധ്യത കുറവായിരിക്കും. അതുകൊണ്ടായിരിക്കും ഉൽപ്പാദനം കുറയുന്നത്. അപ്പോൾ 2 വർഷം വരെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വഴുതനയോ പച്ചമുളകൊക്കെ നട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് വിളവെടുപ്പ് നടത്താൻ പറ്റുന്നതായിരിക്കും. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് നിങ്ങളുമായിട്ട് നമ്മൾ പ്രഭാകരേട്ടൻ്റെ അനുഭവങ്ങളാണ് ഷെയർ ചെയ്ത്. നമ്മൾ വഴുതന കൃഷിയും പച്ചമുളകും അതുപോലെ തന്നെ വെണ്ടയും കുറച്ച് പയറും എല്ലാം നമ്മൾ കാണിച്ചു. അതിനകത്ത് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിനകത്ത് നിങ്ങളുടെ അനുഭവത്തിലേക്ക് വരുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ പുതിയതായിട്ട് കൃഷി ചെയ്യാൻ വരുന്നവർക്ക് ഒരു പാഠപുസ്തകമായിട്ട് പ്രഭാകരേട്ടൻ്റെ അനുഭവങ്ങൾ മാറിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് ഇവിടെ ഈ കൃഷിയിടങ്ങൾ നമ്മളോട് പരിചയപ്പെടാനും എല്ലാം വന്ന പ്രഭാകരേട്ടന് നമ്മുടെ ഫാമിൻ്റെ പേരുള്ള നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇനിയും വരും. പല കൃഷികളുണ്ട് പ്രഭാകരൻ്റെ കയ്യിൽ. അതെല്ലാം നിങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുന്നതായിരിക്കും. അത് ഫുള്ള് നമ്മൾ അറിയാം. നമ്മൾ കൃഷി ചെയ്യുമ്പോൾ എല്ലാവരും രാത്രിയിൽ ഫെർട്ടിലൈസറും പകൽ ജൈവമായി ഉപയോഗിക്കുന്നത് അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആളല്ല. നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ട് നിഷ്കളങ്കമായിട്ട് പ്രഭാകരനുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ തുറന്നു പറഞ്ഞു. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി നിൽക്കും. വീണ്ടും നമുക്ക് ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.